മൂക്കിൽ നിന്ന് 2 തുള്ളി ചോര പോയതുകൊണ്ടോ മൂക്കിന്റെ പാലത്തിന് കേട് സംഭവിച്ചതുകൊണ്ടോ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഷാഫി പറമ്പിൽ എം പി. ദുബായിൽ ഇൻകാസ് യൂത്ത് വിംഗ് സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വ്യക്തിപരമായും സംഘടനാപരമായും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 2 തുള്ളി ചോര മുക്കിൽ നിന്ന് ചിന്തിയാലും അതിന്റെ പാലത്തിന് എന്തെങ്കിലും കേടുവന്നാലും പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും പറയും എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്നുള്ളതും സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നൊരു മാറ്റമാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു മാറ്റം കേരളത്തിലെ ജനത അനുഭവിക്കില്ല, ആ ജനത അനുവദിക്കില്ല. ആ ജനതയുടെ ശബ്ദമായി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട. ആക്രമിച്ച് ഭയപ്പെടുത്തി മൂലക്കിരുത്താമെന്ന് സഖാക്കളും രാജാവും അങ്ങനെ ആഗ്രഹിക്കേണ്ട, അങ്ങനെ ലക്ഷ്യം വെക്കേണ്ട, അത്തരത്തിലൊരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ വേണ്ട, അത് നടക്കില്ല എന്നുള്ള താക്കീതാണ് ഷാഫി പറമ്പിൽ നൽകുന്നത്. ഇന്നലെ ദുബൈയിൽ വെച്ചുകൊണ്ട് അവിടെ ഇൻകാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടി, ഓണാഘോഷ പരിപാടി, ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ പരിപാടിയിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. സർക്കാരിനെതിരെ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, ഈ പിണറായി വിജയന്റെ ഈ രാജഭരണത്തിനെതിരെ, പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ, ഈ സ്വജനപക്ഷപാതത്തിനെതിരെ ഒക്കെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഷാഫി പറയുന്നത്. കാരണം ഷാഫിയെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. വടകരയുടെ മണ്ണിൽ കെ ശൈലജ തോറ്റു തുന്നം പാറിയത് മുതൽ ഷാഫി പറമ്പിൽ ഇവരുടെ ഒരു ടാർഗറ്റാണ്. ആ ടാർഗറ്റ് ചെന്ന് അവസാനിച്ചത് പേരാമ്പ്രയിൽ വെച്ചുകൊണ്ട് അയാളുടെ മൂക്കടിച്ച് പൊട്ടിച്ചുകൊണ്ട് അയാളെ ശാരീരികമായി ആക്രമിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു പദ്ധതിയിലാണ് അവസാനിച്ചത്. എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ ദിവസം ചില കോടതിയിൽ, കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ വീടുകളിൽ കയറിക്കൊണ്ട് നട്ടപ്പാതിരക്ക് കയറി ചെന്നുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് പോയി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവര് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് കോടതി പറഞ്ഞ കാര്യം പോലീസിനോട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ ആക്രമണങ്ങൾ അയച്ചുവിട്ടിട്ട്, നിങ്ങൾ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിട്ട് അത് സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ കോടതി നടത്തിയിരിക്കുന്നത്. അപ്പോൾ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ വീഴ്ചകളും പോലീസ് കരുതിക്കൂട്ടി നടത്തിയ ആക്രമണങ്ങളും ആ സമരത്തെ തകർക്കുവാൻ പോലീസ് നടത്തിയ നടപടികളും ഒക്കെ കോടതിക്ക് പോലും കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞും പലപ്പോഴും നമ്മൾ കണ്ടു, ഗോവിന്ദനും ശിവൻകുട്ടിയും EP ജയരാജനും അടങ്ങുന്ന സഖാക്കള് നിരവധി തവണ നിരന്തരമായിക്കൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ കൊലവിളികൾ നടത്തുന്നത് നമ്മൾ കണ്ടു. ഷാഫി പറമ്പിലിനെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു. കാരണം എന്ന് പറയുന്നത് വടകരയുടെ എന്ന് പറയുമ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തില് ഈ പറയുന്ന CPM-ന്റെ കോട്ടകളൊക്കെ വിള്ളൽ വീണിരിക്കുന്നു. ആ തിരിച്ചറിവ് സഖാക്കൾക്ക് നന്നായിട്ടുണ്ട്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങളൊന്ന് നോക്കുക, ഈ പ്രശ്നം നടന്ന പേരാമ്പ്രയിൽ നോക്കുക. പേരാമ്പ്രയിലെ MLA ആരാണ്? TP രാമകൃഷ്ണനാണ്. TP രാമകൃഷ്ണൻ ആരാണ്? CPM-ന്റെ MLA ആണ്. അതോടൊപ്പം LDF-ന്റെ കൺവീനറാണ്. ഈ LDF-ന്റെ കൺവീനറുടെ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 19,300 ചില്ലറ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ നേടിയത്. അപ്പോൾ KK ശൈലജയേക്കാൾ 19,000-ലധികം വോട്ടുകൾ ഷാഫി പറമ്പിൽ വടകരയിൽ പേരാമ്പ്രയിൽ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ഈ പറയുന്ന തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി തുടങ്ങിയ ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഷാഫിയെ ഒന്ന് പിന്നോട്ടടിപ്പിക്കണം, ഷാഫി ഭയപ്പെടണം. ഷാഫിയെ പിന്നിൽ നിന്ന് കുത്തിയാൽ മാത്രമേ അയാളെ ഭയപ്പെടുത്താൻ കഴിയൂ എന്നിവർ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനൊന്നും ഷാഫിയെ തളർത്താൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യം സഖാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആക്രമിച്ചുകൊണ്ടോ ഭയപ്പെടുത്തിക്കൊണ്ടോ അയാളെ മൂലക്കിരുത്താം, അയാളെ നിശബ്ദനാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ധാരണകൾ മാത്രമാണ്, പൊള്ളയായ വിശ്വാസങ്ങൾ മാത്രമാണ്.
ആ വിശ്വാസങ്ങൾക്ക് നിലനിൽപ്പിലുണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും ഷാഫി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് ഷാഫി പ്രഖ്യാപിക്കുമ്പോൾ വടകരയിലെ ജനങ്ങൾ ഒന്നടങ്കം ഷാഫിക്കൊപ്പം നിൽക്കുകയാണ്. ഇത് തന്നെയാണ് സഖാക്കളെ അസ്വസ്ഥരാക്കുന്ന കാര്യം. കാരണം ഇവരുടെ ഒരു സ്ഥിരം ലൈനാണിത്. നിങ്ങളൊന്ന് ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വടകര, ഈ കുറ്റ്യാടി, നാദാപുരം പോലെയുള്ള സ്ഥലങ്ങളിലും CPM-ന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തന രീതി നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നിങ്ങൾ TP ചന്ദ്രശേഖരൻ വധക്കേസ്, ഈ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയ കേസിൽ നിങ്ങളൊന്ന് നോക്കുക. TP CPM-കാരനായിരുന്നു, CPM-ന്റെ ഒഞ്ചിയത്തെ നേതാവായിരുന്നു, പാർട്ടി പ്രവർത്തകനായിരുന്നു, ഒക്കെയായിരുന്നു. ആ TP പാർട്ടി വിട്ട് പുറത്തിറങ്ങിയിട്ട് RMP, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ പ്രവർത്തനം സഖാക്കളുടെ ചിറ്റപ്പനായിട്ടുള്ള EP ജയരാജൻ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ വന്നുകൊണ്ട് ആദ്യമായിട്ട് TP ചന്ദ്രശേഖരനെതിരെ കൊലവിളി പ്രസംഗം നടത്തുകയും TPയെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് EP ജയരാജൻ. ആ EP ജയരാജൻ പ്രസംഗിച്ചു പോയിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് TPയെ വെട്ടി വീഴ്ത്തുന്നത് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ. അപ്പോ ആ വടകരയുടെ മണ്ണിൽ തന്നെയാണ് ഷാഫിക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവര് ഈ പറയുന്ന സഖാക്കള് ഒരു പടി കടന്നുകൊണ്ട് വേണ്ടി വന്നാൽ ഷാഫിയെ വകവരുത്താനും മടിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവിന് അയാളുടെ ഒരു ബലം എന്ന് പറയുന്നത് അയാളുടെ പിന്നിലുള്ള ആളുകൾ തന്നെയാണ്. അയാളെ വടകരക്കാരെ ഇരിക്കയും നീട്ടി സ്വീകരിച്ചതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫിയെ ഭയപ്പെടുത്തി മൂലക്കിരുത്താം, നിശബ്ദനാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ തെമ്മാടിത്തങ്ങൾക്കെതിരെ, പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ, പിണറായി വിജയന്റെ നാടകങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുവാനും സമരവുമായി മുന്നോട്ട് പോകുവാനും പോരാടാനും തന്നെയാണ് ഷാഫിയുടെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. പിണറായി വിജയൻ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങൾ, പിണറായി വിജയൻ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി RSSന്റെ വിടുപണി ചെയ്യുന്ന പിണറായി വിജയനെ തുറന്നു കാണിക്കാൻ, മുന്നിൽ നിൽക്കാൻ ഷാഫി പറമ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. അപ്പോൾ ഇതൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കരുതും ഷാഫി ഭയന്ന് പിന്നോട്ട് ഓടിയെന്ന്. പക്ഷേ അത് പറയേണ്ടടുത്ത് പറയും. ഭയമില്ല, നിങ്ങളെ ഭയക്കുന്നില്ല, നിങ്ങളുടെ ഒരു ഭീഷണിക്കും തന്നെ നിശബ്ദനാക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഷാഫി പറമ്പിൽ. വടകരയുടെ ജനങ്ങള് അവരുടെ വോട്ടുകൾ ഏതെങ്കിലും നട്ടല്ലില്ലാത്തവനിക്കല്ല നൽകിയത്. വടകരയുടെ ജനങ്ങൾ അവരുടെ വോട്ടുകൾ നൽകിയത് നല്ല ഒന്നാം തരം നട്ടല്ലുള്ളവനെയാണ്. അവൻ നിങ്ങളുടെ ഒക്കെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. കാരണം കേരളത്തിലെ ജനങ്ങള് ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ പറയുന്ന നയങ്ങളിൽ, അവരുടെ ഭരണത്തിൽ അത്രയധികം അസംതൃപ്തരാണ്. ഇവരുടെ കാര്യങ്ങൾ, ഇവർ ഒരു ഭാഗത്ത് വർഗീയത ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മറ്റൊരു ഭാഗത്ത് ആ വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ. നിങ്ങൾ കണ്ടില്ലേ PM ശ്രീയില് എന്ത് കണ്ടിട്ടാണ് PM ശ്രീയിൽ പോയിട്ട് പിണറായി വിജയൻ ഒപ്പുവെച്ചത്? മുന്നണിയെയും മന്ത്രിസഭയെയും കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ വഞ്ചിച്ചു കൊണ്ടല്ലേ പിണറായി വിജയൻ നടപടി ചെയ്തത്. അതിന് പിണറായി വിജയനെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഘടകം എന്താണ്? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ അതോ തൈക്കണ്ടി വീണയുടെയും വിവേകിന്റെയും അച്ഛനായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ലേ? അപ്പോ നമ്മൾ അത് നോക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നതെങ്കിലും പിണറായി വിജയന്റെ പ്രവർത്തികൾ മകൾ വീണക്കും മകൻ വിവേകിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി മാറുകയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ തീറെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോ ഇത്തരത്തിലുള്ള അപകടകരമായ നാടകങ്ങള്, ഈ പൊളിറ്റിക്കൽ നെക്സസ്, ഈ അന്തർധാര, അതിനെ പൊളിച്ചെഴുതാൻ ഷാഫി പറമ്പിൽ മുന്നിലുണ്ടാകും. അതിന് നിങ്ങളുടെ ഭയപ്പെടുത്തലുകളോ നിങ്ങളുടെ ഭീഷണിപ്പെടുത്തലുകളോ അതോ മൂക്കിൽ നിന്ന് 2 തുള്ളി ചോരയെ കൊണ്ടോ വീഴ്ത്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ അയാളുടെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചത് കൊണ്ടോ അയാളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ബോധ്യം അത് സഖാക്കൾക്ക് ഉണ്ടാവണം. കാരണം ഭയപ്പെട്ട് പിന്മാറാനല്ല ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിലേക്ക് എത്തിയത്.
അയാൾ വടകരയുടെ മണ്ണിന് വേണ്ടി പ്രവർത്തിക്കാനാണ്, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ആ ബോധ്യം അയാൾക്കുണ്ട്. അയാൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുന്നതാണ്. മേപ്പയ്യൂര് ഗവൺമെന്റ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ തന്റെ സഹപാഠികൾ ഷാഫി പറമ്പിലിനെ കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോയി കാണിക്കുന്നത്. ആ വിദ്യാർത്ഥിക്ക് എഴുന്നേറ്റ് നടക്കുവാനോ ഒന്നിനും സാധിക്കാത്ത ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ ഷാഫി പറമ്പിൽ കൊണ്ടുപോയി കാണിക്കുന്നു. ഷാഫി ആ വിദ്യാർത്ഥിയുമായി സംസാരിക്കുന്നു. 6 ദിവസങ്ങൾക്കിപ്പുറം ആ വിദ്യാർത്ഥിക്ക് സഞ്ചരിക്കാൻ ഒരു വീൽ ചെയർ എത്തുന്നു, ഓട്ടോമാറ്റിക് വീൽ ചെയർ. അപ്പോൾ ഇത്തരത്തിലുള്ള പല പരിപാടികളും, പല പ്രവർത്തനങ്ങളും, വികസന പ്രവർത്തനങ്ങളും, ഇടപെടലുകളും, ആളുകളുടെ നിവേദനങ്ങളും പരാതികളും ഒക്കെ പരിഹരിച്ച് ഷാഫി പറമ്പിൽ അതിശക്തനായി വടകരയുടെ മണ്ണിൽ മുന്നേറുകയാണ്. ഈ മുന്നേറ്റം എന്ന് പറയുന്നത് ഷാഫിയുടെ മുന്നേറ്റം ഇടത് കോട്ടകളിൽ, ഷാഫിയുടെ ഈ മുന്നേറ്റങ്ങൾ ഈ പറയുന്ന സഖാക്കളുടെ കോട്ടകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുകയാ. അത് തന്നെയാണ് ഇവരെ അസ്വസ്ഥരാക്കുന്നത്. അത് തന്നെയാണ് ഷാഫിയെ കായികമായി, ശാരീരികമായി നേരിടാൻ സഖാക്കളെ പ്രേരിപ്പിക്കുന്ന ഘടകവും. പക്ഷേ ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഇവരുടെ ഭീഷണികൾ കൊണ്ടോ ഇവരുടെ ആക്രമണങ്ങൾ കൊണ്ടോ ഷാഫി പറമ്പിലിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അയാളെ നിശബ്ദനാക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് സഖാക്കൾക്കില്ലാതെ പോയി.